നമസ്കാരം. 2026 സ്വർണത്തിന്റെ വില 2 ലക്ഷം രൂപ ടച്ച് ആവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആളുകൾ കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ആഗോളതലത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് മൂലം ധാരാളം സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ന് ആഗോളതലത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വർണ്ണവിലയും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്വർണ്ണവിലയും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 2 ലക്ഷം രൂപ സ്വർണത്തിന് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി എത്ര സ്വർണത്തിന്റെ വില കുറയാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. JP മോർഗനും വേൾഡ് ഗോൾഡ് കൗൺസിലും ഇത് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് സ്വർണ്ണവിലയിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ മാറ്റം, എന്തൊക്കെയാണ് ട്രെൻഡ്, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ സ്വർണം വാങ്ങാൻ പോവുകയോ സ്വർണം വിൽക്കാൻ പോവുകയോ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതല്ല സ്വർണത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. 2026 സ്വർണത്തിന്റെ വില 2 ലക്ഷം രൂപ ടച്ച് ആവുമോ, തൊടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇനി അതല്ല, സ്വർണത്തിന്റെ വില കുറയാനാണോ സാധ്യത? 1 കിലോ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 2026 സ്വർണത്തിന്റെ വില ഇതേപോലെ തന്നെ കൂടാൻ തന്നെയാണോ പോകുന്നത്, അതല്ല ഇതിന് വല്ല മാറ്റവും സംഭവിക്കാൻ സാധ്യതയുണ്ടോ, സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം എന്താണ് JP മോർഗൻ പ്രഡിക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിൽ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്, അഭിപ്രായപ്പെടുന്നത്. അത് മാത്രമല്ല, സ്വർണത്തിന്റെ വില ഇങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ട് കൂടാനുള്ള കാരണം എന്തൊക്കെയാണ്? അതുപോലെ തന്നെ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഈ ഒരു സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട്, അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യും. ജനുവരി 1, 2026 24 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന്റെ വില എന്ന് പറയുന്നത് 13,315 രൂപയായിരുന്നു. 2026 ജനുവരി 18 ആകുമ്പോഴേക്കും ഇത് 14,255 രൂപ ആയിരിക്കുന്നു 1 ഗ്രാമിന്. അതായത് വെറും 18 ദിവസത്തെ ഒരു ഗ്യാപ്പിനുള്ളിൽ 7.06% സ്വർണത്തിന്റെ വില വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇനി അതല്ല, ഇപ്പോൾ ഈ കൂടിയ ഒരു കൂടലിൽ നിന്നും കുറയാനുള്ള സാധ്യതയാണോ ഇനി അങ്ങോട്ടുള്ളത്? അതായത് ഇവിടെ വരെ എത്തി, ഇനി താഴോട്ടാണ് പോകാൻ പോകുന്നത്, അല്ല ഇതിൽ നിന്നും ഇനി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടോ? ഇത്തരത്തിലുള്ള 2 പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമായിട്ടും ആളുകൾക്കുള്ളത്. ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ സ്വർണത്തിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. 2020 മുതൽ 2025 വരെയുള്ള ഒരു സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായ ഒരു മാറ്റത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതായത് 2020 10 ഗ്രാം സ്വർണത്തിന്റെ വില 48,651 രൂപയായിരുന്നു. അത് ഗ്രോത്ത് 2020 നിന്നുള്ള ഗ്രോത്ത് 2020 ബാധകമല്ല. 2021 വരുന്ന സമയത്ത് 10 ഗ്രാം സ്വർണത്തിന്റെ വില 48,720 രൂപയായി മാറി. അത് 0.14% വളർച്ചയാണ് വിലയിൽ ഉണ്ടായത്. 2022 ആകുമ്പോഴേക്കും 48 എന്നുള്ളത് 52,670 രൂപയായി. അതായത് നേരത്തെ 0.14% മാത്രം വളർച്ച ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ വില 2021 നിന്നും 2022 ആകുമ്പോഴേക്കും 8.26% മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 2023 നോക്കൂ, 65,330 രൂപയാണ് 10 ഗ്രാം സ്വർണത്തിന്റെ വില. 34.28% വിലയിലുണ്ടായ മാറ്റം. അടുത്ത വർഷം 2024 77,913 രൂപയെ മാറിയിരിക്കുന്നു 10 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ ഒരു വളർച്ചയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 60.15%. 2025 ആകുമ്പോഴേക്കും 1,33,195 രൂപ, 173.78%. അത്രയും ഹ്യൂജ് ആയിട്ട് സ്വർണത്തിന്റെ വിലയിൽ മാറ്റം വന്നു എന്നുള്ളതാണ് നമുക്ക് 2020 തൊട്ട് 2025 വരെ പരിശോധിക്കുന്നത് സമയത്ത് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. നോക്കൂ, 173.78% എന്ന് പറയുന്നത് ചെറിയ ഒരു സംഖ്യയല്ല, ചെറിയൊരു റേറ്റ് ഓഫ് ഗ്രോത്ത് അല്ല. അതായത് 48,651 രൂപയിൽ നിന്നും 1,33,195 രൂപയായി മാറി 2020 തൊട്ട് 2025 വരെയുള്ള ഒരു കാലയളവ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിലക്കയറ്റം സ്വർണത്തിന് ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമേരിക്ക ഏർപ്പെടുത്തിയ ഒരു താരിഫ് എന്ന് പറയുന്നത്, US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും ഇതിന് കാരണമാണ്. US സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നും കുറഞ്ഞ റിട്ടേണുകൾ കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ബോണ്ടുകൾ ലെസ് അട്രാക്റ്റീവായി, ആളുകൾക്ക് ബോണ്ടുകളോട് താല്പര്യം കുറഞ്ഞു വന്നു. അതേസമയം സംഭവിച്ചത് എന്താണ്? സ്വർണം എന്ന് പറയുന്നത് കൂടുതൽ അട്രാക്റ്റീവ് ആവുകയും സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായി മാറുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ ഡിമാൻഡ് ഇതുകൊണ്ട് കൂടി. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങുന്നതിന്റെ അളവ് കൂട്ടി. അതായത് RBIയും ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളും ഓരോ വർഷവും 1000 ടണ്ണിൽ കൂടുതലാണ് ഇപ്പോൾ സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും ഡോളറിന്റെ മേലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്, അതായത് US ഡോളറിന് മേലെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവിചാരിതമായ സാഹചര്യങ്ങളിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം
ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് പ്രധാനമായിട്ടും സ്വർണ്ണത്തിലേക്ക് RBIയും സെൻട്രൽ ബാങ്കുകളും ഫോക്കസ് ചെയ്തത്. മാത്രമല്ല ആഗോളതലത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും സ്വർണ്ണത്തിന്റെ വില കൂടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് യുദ്ധങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കൂടാതെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റിയും ഇൻവെസ്റ്റർമാരെ കൂടുതൽ നെർവസ് ആക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ കൂടുതൽ സ്വർണ്ണത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അവരുടെ ഇൻവെസ്റ്റ്മെന്റിനോടുള്ള താല്പര്യം കൂടുതൽ സ്വർണ്ണത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്നത്. ഈ ഒരു കാരണവും സ്വർണ്ണത്തിന് വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ ഒരു സിനാരിയോ നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുകയാണെങ്കിൽ ഡോളറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വെഡ്ഡിംഗ് സീസൺ, അതായത് വിവാഹ സീസണുകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ സ്വർണ്ണമില്ലാതെ കല്യാണം നടക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെ ഇന്ന് നിലവിലുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഉള്ള സാഹചര്യം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് പൊതുവെ കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ സ്വർണ്ണത്തിന് ഇന്ത്യയിലുള്ള ഒരു സാംസ്കാരികപരമായ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഒരു തരി സ്വർണം പോലും വാങ്ങാത്ത ഒരു കുടുംബവും ഉണ്ടാവില്ല. എത്ര സാമ്പത്തികമായിട്ട് എത്ര പിന്നോക്കമുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു തരി പൊന്നെങ്കിലും വാങ്ങാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അത്തരത്തിൽ ഒരു കൾച്ചറലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് പലരും സ്വർണ്ണത്തെ കാണുന്നത്. മാത്രമല്ല പ്രസ്റ്റീജിയസ്, അതായത് നമുക്ക് സ്വർണം ഉണ്ടെങ്കിലേ നമുക്കൊരു വിലയുള്ളൂ എന്ന തരത്തിൽ പോലും ആളുകൾ സ്വർണ്ണത്തെ അപ്രോച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് മറ്റു രാജ്യങ്ങളായി കമ്പയർ ചെയ്ത സമയത്ത് സ്വർണ്ണത്തിന് ഇത്തിരി കൂടി ഡിമാൻഡ് കൂടുതലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സോ ഇത്തരത്തിലുള്ള എല്ലാ പുഷും ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതൽ നമ്മുടെ നാട്ടിൽ സ്വർണ്ണത്തിനോടുള്ള താല്പര്യങ്ങൾ പോലും ഇത്തരത്തിൽ സ്വർണ്ണവില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നൗ ദർ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ട്രൂത്ത്. ഇത്തരത്തിൽ ആഗോളതലത്തിൽ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളെ മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ പോരാ, അല്ലെ? നിങ്ങളുടെ കുടുംബവും സാമ്പത്തികമായിട്ട് സുരക്ഷിതമായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻഫ്ലേഷൻ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ക്രാഷ്, അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, താരിഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും സ്വർണം വാങ്ങാൻ ശ്രമിക്കും. ഇത്തരത്തിൽ നിങ്ങൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് സേഫ് ആവുന്നു എന്നിരിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അവിടെയാണ് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് നിങ്ങളെ സഹായിക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ ഇൻവെസ്റ്റ്മെന്റ്, ദിസ് ഈസ് എ ഫിനാൻഷ്യൽ സേഫ്റ്റി. പ്രതിമാസം വെറും 578 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവർ ലഭ്യമാകും ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിലൂടെ. നിങ്ങളുടെ ബേസിക് പ്രീമിയത്തിൽ നിന്നും ചെറിയ ഒരു എമൗണ്ട് എക്സ്ട്രാ നിങ്ങൾ അടക്കുകയാണെങ്കിൽ 64ഓളം ക്രിട്ടിക്കൽ ഇൽനെസ് ഇത് കവർ ചെയ്യുന്നു. അത് മാത്രമല്ല 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിനകത്തുണ്ട്. കൂടാതെ വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ ആദ്യത്തെ 1 വർഷം പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും ഇതിനകത്തുണ്ട്. ഇനി ആരും അധികം പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. അതാണ് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റ്. നിങ്ങളുടെ പോളിസി മെച്യൂർ ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പിൻവലിക്കണം അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% പ്രീമിയം ഫ്രീ ആയിട്ട് തിരികെ ലഭിക്കുന്നു. സോ പണപ്പെരുപ്പത്തിൽ നിന്നും സ്വർണം നിങ്ങളെ രക്ഷിക്കുന്നത് പോലെ അൺസർട്ടനിറ്റിയിൽ നിന്നും ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ 2 കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിൽ നിന്നും ടേം ഇൻഷുറൻസ് വാങ്ങും. ഇനി നമുക്ക് നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകൾ സ്വർണ്ണവിലയെ പറ്റി എന്താണ് പ്രൊഡിക്ട് ചെയ്യുന്നത് എന്ന്. ആദ്യത്തെ JP മോർഗന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ്. JP മോർഗൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സ്ഥാപനമാണ്. അവർ പ്രധാനമായിട്ടും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2027 ആകുമ്പോഴേക്കും 1 ഔൺസ് സ്വർണ്ണത്തിന് $5,400 വരെ അയക്കാം എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ സിനാരിയോയിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഡിസംബർ 2026 ആകുമ്പോഴേക്കും, അതായത് ഈ വർഷം ഡിസംബർ ആകുമ്പോഴേക്കും സ്വർണ്ണത്തിന്റെ വില ഏകദേശം 10 ഗ്രാമിന് 1,60,000 രൂപയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇറക്കുമതി തീരുവ, ലോക്കൽ പ്രീമിയംസ്, രൂപയുടെ ഡിപ്രിസിയേഷൻ, ഈ കാര്യങ്ങളെല്ലാം ആഡ് കൂടെ ചെയ്യുന്ന സമയത്ത് സ്വർണ്ണത്തിന്റെ വില ഡിസംബർ ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഏകദേശം 1,85,000 തൊട്ട് 2,10,000 രൂപ വരെ ആവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് JP മോർഗൻ ഇത്തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ നടത്തുന്നത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് ഇപ്പോൾ റെഗുലർ ആയിട്ട് സ്വർണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് ETF മാർക്കറ്റ് സപ്ലൈ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഡോളറിന്റെ മൂല്യം തകർന്നുകൊണ്ടിരിക്കുന്നു. ആഗോള പലിശ നിരക്ക് കുറഞ്ഞുകൊണ്ടും വരികയാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, ഇതൊരു ഫോർസീ ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ്, അല്ലാതെ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. ഇനി അതുപോലെ തന്നെ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു അതോറിറ്റിയായ വേൾഡ് ഗോൾഡ് കൗൺസിൽ സ്വർണ്ണവിലയെ പറ്റി എന്താണ് പ്രൊഡിക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണവില 5 മുതൽ 30% വരെ കൂടാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ? ഒന്ന്, സ്റ്റോക്ക് മാർക്കറ്റുകൾ വോളറ്റൈൽ ആവുകയാണെങ്കിൽ, ഇൻവെസ്റ്റർമാർ ഗോൾഡ് ETF-ലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മാറ്റുകയാണെങ്കിൽ, ഡോളറിന് മേലുള്ള ഡിപ്പെൻഡൻസി ആഗോളതലത്തിൽ കുറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആഗോളതലത്തിൽ പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സ്വർണ്ണത്തിന്റെ വില 5% മുതൽ 30% വരെ കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് WGC പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2026 അവസാനമാകുമ്പോഴേക്കും 1,75,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ആവാൻ സാധ്യത
സാധ്യതയുണ്ട് സ്വർണ്ണത്തിന്റെ വില. ഇനി മറ്റൊരു സാഹചര്യം ഇവർ പരിശോധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണത്തിന്റെ വില കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതെന്തായിരിക്കും? US$ മൂല്യം വളരെ പെട്ടെന്ന് കൂടുകയാണെങ്കിൽ, പലിശ നിരക്ക് അമേരിക്ക വീണ്ടും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അതുമാത്രമല്ല ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും പെർഫോം ചെയ്യുകയാണെങ്കിൽ 5 മുതൽ 20% വരെ സ്വർണ്ണത്തിന്റെ വില കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് WGC പ്രഡിക്ട് ചെയ്യുന്നത്. അതായത് 10 ഗ്രാമിന് 1,10,000 രൂപയോളം സ്വർണ്ണത്തിന്റെ വില കുറയാം. സോ സ്വർണ്ണത്തിന്റെ വില കൂടാനും കുറയാനുമുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഗോൾഡ്മാൻ സാച്ചും അതുപോലെ തന്നെ JP മോർഗനും വേൾഡ് ഗോൾഡ് കൗൺസിലും എന്തൊക്കെയാണ് പ്രഡിക്ട് ചെയ്യുന്നത്? അത് കൂടാനുള്ള സാഹചര്യം ഏതൊക്കെയാണ്, കുറയാനുള്ള സാഹചര്യം ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിച്ചത്. ഷോർട്ട് ടേം ആയിട്ടുള്ള സ്വർണ്ണത്തിന്റെ വിലയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പണവും ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല. അതായത് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗമായിരിക്കണം. ശ്രദ്ധിക്കുക, ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് മാത്രമായിട്ടുള്ളതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വർണ്ണത്തിന്റെ വിലയിൽ നിങ്ങൾക്കുണ്ടാകുന്ന താല്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ആയിട്ട് ഈ വീഡിയോയുടെ താഴെ എഴുതാവുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.